എനിക്ക് മനസ്സിലാവണില്ലേ ശ്രീകുമാർ ചേട്ടനൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന്. നോക്കൂ, നിങ്ങളുടെ പ്രസ്ഥാനത്തില് ഒരാള് പുഴുക്കുത്താണ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ക്യാൻസർ വന്ന ഭാഗം മുറിച്ചു കളയുക തന്നെ വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസ്ഥാനത്തെ മുഴുവനായി ബാധിക്കുകയാണ്. അപ്പോൾ അതാണ് ഇവിടെ ആ പുഴുക്കുത്തിനെ എടുത്ത് കളയുക, അവിടെ നിങ്ങൾ വൃത്തിയാക്കുക. കാരണം അദ്ദേഹവും അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുമുള്ള ഒരുപാട് ആളുകൾ ചേർന്ന് ആണ് ഈ സ്ത്രീകളെ കുരുക്കിലാക്കിയതും ആ സ്ത്രീകൾ പരാതി കൊടുക്കുന്ന സമയത്ത് ആ സ്ത്രീകളുടെ ഒപ്പം നിൽക്കുന്ന അതിജീവിതമാരൊപ്പം നിൽക്കുന്ന ആളുകളെ ആക്രമിക്കുന്നത് എല്ലാം തന്നെ. അപ്പൊ അത് പടരുകയാണ്. അതിങ്ങനെ പടരാൻ നിങ്ങൾ അനുവദിക്കില്ലേ? നിങ്ങൾ ആ ആളെ പിടിച്ച് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഇനിയും തിരിച്ചു വരും. അയാൾ തിരിച്ചു വരുന്ന സമയത്ത് ഇനിയും അയാൾ അധികാരത്തിൽ ഉണ്ടാകും. അങ്ങനെ അധികാരത്തിൽ ഇനിയും ഉണ്ടാകുമ്പോൾ ഇനിയും അയാളുടെ കൂടെ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് കുറെ ലാഭങ്ങൾ ഉണ്ടാക്കാം എന്ന് വിചാരിക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും വരും. അതല്ലെങ്കിൽ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നേതാക്കന്മാരുടെ രഹസ്യങ്ങൾ അറിയുന്ന ഒരു വലിയ സംഘം അതിനകത്തുണ്ട്. അതുകൊണ്ടായിരിക്കും നേതാക്കന്മാർ ഭയപ്പെടുന്നുണ്ടാകുക. അതല്ലെങ്കിൽ ഒരു യൂത്ത് കോൺഗ്രസിലെ മറ്റു രീതിയിലുള്ള തലതൊട്ടപ്പന്മാരോ അല്ലെങ്കിൽ ലെഗാസിയോ ഒക്കെ ഇല്ലാത്ത ഒരു മനുഷ്യൻ കൃത്യമായി തന്നെ ഇത്രയും വലിയ ക്രൈമൊക്കെ ചെയ്യുന്ന സമയത്ത് ഒന്ന് ആ ചെയ്യാനുള്ള ധൈര്യം, രണ്ട് അതിലേക്ക് കുറെ ആളുകളെ ഒരു പ്രഡേറ്ററായിട്ട് നിൽക്കുമ്പോൾ അയാളുടെ ചുറ്റും വരുന്ന ഒരു വലിയ സംഘം, ഒരു ഗുണ്ടാത്തലവനും അതിന് ചുറ്റുമുള്ള സംഘങ്ങൾ എന്ന പോലെ ഇവര് ഒരു വല വിരിച്ചിരിക്കുന്ന ആൾക്കാരാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ. എന്നിട്ട് എനിക്ക് തോന്നുന്നു ഇവര് പിക്ക് ആൻഡ് ചൂസ് ചെയ്ത് പെൺകുട്ടികളെ എടുത്ത് കാണിച്ചു കൊടുത്ത് ഈ MLAക്ക് അഡ്മിനിസ്ട്രേറ്റർ കണ്ടെത്തി കൊണ്ടേ കൊടുക്കുകയും അങ്ങനെ MLA ഇതിന്റെ പുറകെ പോവുകയും ഇവരെ ട്രാപ്പിലാക്കുകയും ഇവര് നോ പറയുന്നത് പോലും കേൾക്കാതെ ഇവരെ അതിക്രൂരമായി പീഡിപ്പിക്കുകയും വലിയ ക്രൈമിലേക്ക് സ്വയം എത്തുകയുമാണ് ചെയ്യുന്നത്. അതുകൂടാതെ ഇത് മിണ്ടാതിരിക്കാൻ പോലും അവകാശമില്ലാത്ത രീതിയിൽ ആ സ്ത്രീകളെ ഞാൻ കേസിന് പോകുന്നില്ല എന്ന് വിചാരിച്ച പോലെ അവർക്ക് സ്വസ്ഥതയില്ലല്ലോ. അവരുടെ ജീവൻ പോലും അപകടത്തിലാവുന്ന രീതിയിലുള്ള മറ്റു പല കാര്യങ്ങൾ. ഞാൻ കുഞ്ഞിനെ വളർത്തിക്കോളാം, പറ്റില്ല, കുഞ്ഞിനെ കൊല്ലണം. ആ സമയത്ത് ഞാൻ തന്നെ മരിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് എത്തണം. അവർക്ക് അത്രമേൽ ബ്ലീഡിങ് ഉണ്ടാവാണ്. അതൊന്നും ഇവര് ശ്രദ്ധിക്കുന്നില്ല, അതൊരു വിഷയമേ അല്ല. അപ്പോൾ ഇത്തരം ആളുകൾ എത്രത്തോളം ഭയം ഉണ്ടാക്കുന്നുണ്ട്. ഒരു MLAയുടെ അടുത്തേക്ക് ഒരു സ്ത്രീക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത അവസ്ഥയിൽ അത്രത്തോളം ഭയാനകമായിട്ടുള്ള സിറ്റുവേഷനാണ് അവരുണ്ടാക്കുന്നത്. ഇനി നാളെ ഞാനൊരു MLA ആണ് എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ട് അവിടെ കയറി യാതൊന്നും പറയാൻ പറ്റില്ല. ഈ വിഷ്വൽ മീഡിയ അല്ലെങ്കിൽ ഈ വെർച്വൽ മീഡിയ അല്ലെങ്കിൽ വെർച്വൽ സ്പേസ്, നമ്മുടെ ഇന്റർനെറ്റ്, നമ്മളെല്ലാവരും ഡിജിറ്റൽ ആവണം. പക്ഷെ ഇന്റർനെറ്റിലൂടെ നമുക്ക് ഇനി മേലാൽ ഇവർക്ക് പരാതി കൊടുക്കാനോ ഇവരെ കാണാൻ പോകാനോ ഇവരെ അപ്പോയിന്റ്മെന്റ് എടുക്കാനോ ഒന്നും സാധിക്കാത്ത അവസ്ഥയാണ്. ഇത്ര മലീനമസമാക്കി മാറ്റുകയാണ് നമ്മളുടെ ഓരോ പുതിയ ടെക്നോളജി നൽകുന്ന ഓരോ പുതിയ സാവകാശങ്ങളും പുതിയ സൗകര്യങ്ങളൊക്കെ തന്നെ. അതും ന്യൂജൻ MLAമാർ, ചെറുപ്പക്കാർ, രാഹുൽ ഗാന്ധി കോട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള കുറെ ചെറുപ്പക്കാർ. ഈ ചെറുപ്പക്കാർ കൂട്ടുപിടിക്കുന്ന ആളുകൾ ഇലക്ഷന് അവർക്കുള്ള ടിക്കറ്റ് കിട്ടിയിരിക്കുന്നു. അപ്പൊ ഇത് ഭയങ്കര അപകടകരമായിട്ടുള്ള സാഹചര്യമാണ്. ഇവിടെ നമ്മൾ കണക്കാക്കേണ്ടത് ഇവര് ക്രിമിനൽസ് ആണ്, ഇവര് പ്രെഡേറ്റർ ആണ്. ഇവർ ഒരിക്കലും സമൂഹത്തിൽ ഇങ്ങനെ വിരാജിക്കാൻ പാടില്ല. ഇവർക്ക് ഇപ്പോഴും നിയമം ആനുകൂല്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ വിങ് കൃത്യമായി തന്നെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അയാളെ പിടിക്കാൻ സാധിക്കുന്നില്ല. മുൻകൂർ ജാമ്യം കിട്ടുന്നത് വരെ അയാള് ഒളിവിൽ പോകാൻ അവസരം കിട്ടുന്നത്. മുൻകൂർ ജാമ്യം കിട്ടുമോ ഇല്ലയോ, നമുക്ക് ആ ഒരു ഇതിലേക്ക് കടക്കാം.